ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാടൻ രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട നാടൻ മറ്റൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. താളിപ്പെന്നാണ് കേട്ടോ ഇതിന് പറയണത്. നമ്മളുടെ തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകും തോറുമാണ് ഈ കറി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. മത്തൻ്റെ അധികം മൂക്കാത്ത ഇലയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നീട് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നാടൻ റെസിപ്പിയാണിത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇരിക്കുന്നത്. തികച്ചും നാടൻ റെസിപ്പിയാണ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 4-5 മത്തൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. നല്ല തളിരില എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി മൂത്ത് പോവാത്ത, അധികം കേടൊന്നുമില്ലാത്ത ഇലകൾ എടുക്കുക. ഞാനിതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ നമുക്കതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കൈകൊണ്ട് കീറിയിട്ടാലും മതിയാകും. ഞാനിവിടെ കത്രികയും കൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ചി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം നല്ല വൃത്തിയായിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്ത് നമുക്ക് വെക്കണം. ഒരു 2 കപ്പ് കഞ്ഞിവെള്ളമൊക്കെ വേണ്ടി വരുവേ. ഇനി നമുക്ക് എങ്ങനെയാണിത് റെഡിയാക്കുന്നത് നോക്കാം. നമ്മളുടെ കറി റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിൽ മാത്രമാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതുകൊണ്ട് കഞ്ഞിവെള്ളം സ്പെഷ്യലായിട്ട് എടുത്ത് മാറ്റി വെക്കണേ. സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു താളിപ്പിന് അത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം, വളരെ കുറച്ച് എമൗണ്ടിൽ മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേർക്കേണ്ട പച്ചമുളകിൻ്റെ അളവാണ് കേട്ടോ. അതും ഇലക്കറികൾക്ക് പ്രത്യേകമായിട്ട് വേഗം തന്നെ എരിവ് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ പച്ചമുളക് ചേർക്കുന്ന സമയത്തും സൂക്ഷിക്കുക. ഇനി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മത്തൻ്റെ ഇലയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് അതിന് ശേഷം നമുക്ക് നമ്മളുടെ പച്ചമുളക് ഉണ്ടെങ്കിലോ അതും കൂടി അങ്ങോട്ട് അരിഞ്ഞിടാം. അപ്പോൾ 1-2 എണ്ണമൊക്കെ മതി കേട്ടോ. ഇല ആയതുകൊണ്ട് വേഗം തന്നെ എരിവ് പിടിക്കും. അപ്പം നമ്മളുടെ താളിപ്പ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ല രീതിയിൽ തിളയ്ക്കണം. ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ മാത്രമാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. വേറെ വെള്ളമൊന്നും ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ മൂടി വയ്ക്കാനായിട്ട്. എടുക്കാറാകുമ്പം, അതായത് നമ്മളുടെ ആ ഇലയൊക്കെ ഒന്ന് വാടി വെന്ത് വന്നെന്ന് ഉറപ്പാകുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഞാനിത് ഞങ്ങൾ ഷൊർണൂരായിരുന്നപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഇത് പറഞ്ഞു തന്ന അമൃതേച്ചിക്കും അതുപോലെ തന്നെ റീജേച്ചിക്കും അങ്ങനെ കുറേ ചേച്ചിമാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.